CGL 2025 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെൻഡർ അനന്തു സാർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എടാ Thank you. Congrats. ഒരു ചെറിയൊരു സന്തോഷ വാർത്ത പറയാനാണ്. CGL 2025 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെൻഡർ അനന്തു സാർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എടാ ക്ലിയർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് OP സൂപ്രണ്ടാണ്. അത് ഇൻകം ടാക്സിലെ OP സൂപ്രണ്ടായിട്ട് ലെവൽ 6 ജോബാണ്. അത്യാവശ്യം നല്ല ജോലി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ മെൻഡറാണ്. അനന്ത് എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ SSC മലയാളിയോടും സഫ്ദർ സാറിനോടും എല്ലാവരോടും താങ്ക്സ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലാണെന്ന് വിളിച്ചിട്ട് അവരും ഭയങ്കര ഹാപ്പിയാണ്. മൊത്തത്തിലിപ്പോൾ ഒന്നും പറയാനുള്ള വാക്ക് കിട്ടുന്നില്ല. ഭയങ്കര ഹാപ്പി. എന്തായാലും 2 വർഷം ഇൻവെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്കിതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങളതെടുത്ത് നിങ്ങളും എത്രയും വേഗം ഒരു നല്ല പോസ്റ്റിലേക്ക് കയറുക. ഓൾ ദ ബെസ്റ്റ്. ജോലി കിട്ടി എന്ന് വിചാരിച്ച് ഇവരെ ഇട്ടുകൊണ്ട് പോരുത്. ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ മെൻഡർമാരൊക്കെ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അനന്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിയെന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് കിട്ടുന്ന പോലെയാണ്. കാരണം അത്രയും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ആളുകളാണ്. അല്ലാതെ വെറുതെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, നമ്മൾ ഓൺലൈൻ കാര്യങ്ങൾ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളെ കൂടെയുള്ള എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ നമ്മൾ അനിയന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്താൽ നമുക്ക് സന്തോഷമാണ്. അനന്ത് ക്ലിയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അനന്ത് പോകാൻ നിൽക്കിയത്. അതാണ് ക്ലാസ്സിലോട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക നിങ്ങൾ കേട്ടോ. മോട്ടിവേഷൻ ആക്കി എടുക്കുക നന്നായിട്ട്. അടുത്ത വർഷങ്ങളിൽ നിങ്ങൾക്കും ഇതുപോലെ ഈ SSC എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒന്ന് കണ്ടോ, ഇന്ന് വരെയുള്ള അനന്തു ആയിരിക്കില്ല, നാളെ മുതലുള്ള അനന്തു. ജോലിയുള്ള ഒരു അനന്തുവാണ്. ഇന്ന് വരെ വെറുതെ ഇങ്ങനെ അനന്തു ഏതൊരു അനന്തു, പക്ഷേ ഇനി അങ്ങോട്ടല്ല. ഇനി OP സൂപ്രണ്ട് അനന്തുവാണ്. OS അനന്ത്. അനന്തിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ OS ആണ്. അടുത്ത വർഷം ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുക. ഒരു ലെവൽ 7 കിട്ടി നമുക്ക് അടുത്ത വർഷം ഇൻകം ടാക്സ് GST പോലത്തെ നല്ല ലെവൽ 7 പോസ്റ്റുകൾ അടുത്ത വർഷം ഒന്നും കൂടെ ക്ലിയർ. ഒരു മോട്ടിവേഷൻ ആവും കേട്ടോ. ഇപ്പം എന്തായാലും നമുക്കൊരു കോൺഫിഡൻസ് കാര്യങ്ങൾ നമ്മളൊന്നിനും കൊള്ളാത്തവനല്ല, നമ്മളെ കൊണ്ട് പഠിച്ചാൽ കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ അടുത്ത വർഷം ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുക. സാറ്റിസ്ഫൈഡ് ആയി പോയത് കേട്ടോ. ഇതിൽ കിട്ടി, ജോലി കിട്ടി എന്നുള്ള ചില ആളുകൾ അങ്ങനെ സാറ്റിസ്ഫൈഡ് അതാവരുത്. അടുത്ത വർഷം നന്നായിട്ട് ഒന്നും കൂടെ പഠിക്കുക. അപ്പോൾ അടുത്ത വർഷം നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ അനന്തു സാർ ഒന്നും കൂടെ വരുന്നതായിരിക്കും. നിങ്ങൾ അനന്തു സാറിനോട് കൂടെ കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അനന്തു സാറിനേക്കാൾ നല്ല പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ശരി.